കസേരമോഹികൾ ഇത് കേൾക്കണം. പ്രിയമുള്ളവരെ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും 3 പേരാണ് ആ മത്സര രംഗത്തുള്ളത്. കെ സി വേണുഗോപാലിനെ ബഹുഭൂരിപക്ഷം വിജയിച്ച MLA-മാർ പിന്തുണയ്ക്കുമ്പോഴും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അവകാശവാദവുമായി ശക്തമായി കളത്തിലുണ്ട്. ഇതൊക്കെ കണ്ട ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതികരണം കേൾക്കുക. i2 ന്യൂസ് റിയാക്ട് ഫോർ ഐൻ ജനങ്ങളുടെ പ്രതികരണങ്ങൾ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാല് മൈക്ക് പ്രതിപക്ഷ നേതാവായിരുന്നപ്പം KPCC പ്രസിഡന്റ് മുമ്പിൽ നിന്ന് മൈക്ക് തള്ളിയതുപോലെ MLA-മാരെ പിടിച്ച് പെരളിക്ക് പിടിച്ച് തള്ളും ചിലപ്പം. അയാൾക്ക് അങ്ങനെ ധാർഷ്ട്യമുണ്ട്. അയാൾക്കൊരു അങ്ങനത്തെ ഒരു എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല. ഒരു സോളോ ഡാൻസ്, ഒരു സിംഗിൾ ഡാൻസ് പെർഫോമർ അല്ലേ പുള്ളി? സിംഗിൾ ഡാൻസ് ആണ്. സിംഗിൾ ഡാൻസ്. അവന് രാഹുൽ ഗാന്ധി ഒന്നും പ്രശ്നമല്ല, വേറെ ആരും പ്രശ്നമല്ല. അവൻ മാത്രം. അവൻ ഏതാണ്ട് വേറെ ഏജൻസികള് പലരുടെയും മറ്റു മതക്കാരുടെ ഒരാളുണ്ടല്ലോ, വലിയ ഗുണ്ടായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ അവനൊക്കെയാണ് MLA ആയിട്ട് ജയിച്ചിരിക്കുന്നവൻ. ഷിയാസ് എന്ന് പറഞ്ഞിരുത്തൻ ഗുണ്ട പോലെ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് നശിപ്പിക്കുന്നത്. ഇവനൊക്കെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ചാണ്ടിയമ്മ കാണിച്ച പോലെ കാണിച്ചിരുന്നെങ്കിൽ തന്നെ എല്ലാവരും ചുമ്മാ ജയിച്ചു പോയത്. കാരണം അതുകൊണ്ട് പണിയാണ് പിണറായി വിജയൻ ചെയ്ത് കൊടുത്തു പോയിരിക്കുന്നത്. ഹോംവർക്ക് പിണറായി വിജയൻ ചെയ്തു. അത് ശരിക്കും ഈ വി.ഡി. സതീശൻ ചാണ്ടിയുമ്മനെ കണ്ട് പഠിക്കണ്ട. ഇയാൾ ഇത്രയും കോടി PR-ന് മുടക്കിയിട്ടും ഇത്രയും വർഷം 10-25 വർഷം സാമാജികനായിട്ട് നടന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ടും ഇയാൾക്ക് കഷ്ടി 3 റൗണ്ടിൽ പിന്നിലായി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തെ ജയിച്ചു. അതേസമയം ചാണ്ടിയുമ്മനെ നോക്കി ഒരു പോസ്റ്റർ പോലും അടിക്കാതെ നടന്ന് റിയൽ വർക്ക് ചെയ്ത ആൾക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടുമ്പം ശരിക്ക് ചാണ്ടിയുമ്മനെ കണ്ട് ഇയാൾ പഠിക്കണ്ടേ? ചാണ്ടിയുമ്മനെ കണ്ട് പഠിക്കും. ഇവര് തന്നെയല്ല എല്ലാ MLA-മാരും പഠിക്കണം. കാരണം ഞാൻ ചാണ്ടിയുമ്മനെ ധിക്കാരിയാന്നൊരു തോന്നൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. എന്റെ തെറ്റിദ്ധാരണയായി പോയി. ഉമ്മൻചാണ്ടി, ഞങ്ങളൊരു മണ്ഡലമാണ്, എന്റെ വീട്ടിൽ ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്. പ്രാവശ്യം എന്റെ ഉമ്മൻചാണ്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉമ്മൻചാണ്ടിയുടെ ആ കഴിവ്, പക്ഷെ മകൻ അതിലപ്പം അപ്പന് പിറന്ന മകനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോട്ടെ, അതല്ലപ്പം പ്രശ്നം. അയാളെ കണ്ടുപിടിക്കണം, ആ കൊച്ചു പയ്യനെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവനൊക്കെ ചെയ്യുന്നത് എന്നാണ്? കോൺഗ്രസിന്റെ ഇവൻ എന്നാ ഏതാണ്ട് എന്ത് ചുമന്നുണ്ടോന്ന് പറഞ്ഞു. ആരും ചുമന്നുണ്ടോന്നില്ല. ഒരുത്തിനും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കണ്ട. കാരണം ഇത് പിണറായി വിജയനുമാണ് ഈ പുള്ളിക്കാണ് പൂടേണ്ടത്. പുള്ളിയുടെ പണി കാരണമാണ് ഈ പണി ഇത്ര ആയത്. അല്ലേ? ശരിക്കും യുവമാര് ആദ്യമേ എനിക്ക് തോന്നുന്നു യുവമാരുടെ ഈ വിജയിച്ച മുഖ്യമന്ത്രിമാരെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്ന് ആദ്യമേ ചെയ്യേണ്ടത് എഴുന്നേറ്റ് നിന്ന് ഒരു സല്യൂട്ടേഷൻ കൊടുക്കേണ്ടുന്നത് പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും. അയാളുടെ കാരുണ്യവും അയാളുടെ ഈ പിറപ്പുകൾ കൊണ്ട് 10 കൊല്ലം ഇയാൾ വെറുപ്പിച്ചില്ല. ഇവന്മാർ എന്ത് ചെയ്തേ? ആ ബസ് പൂജിക്കണം. ആ ബസ് സത്യം പറഞ്ഞാൽ ആ ബസ് കൊണ്ടുണ്ടല്ലോ സെക്രട്ടേറിയറ്റിന്റെ മുന്നേ കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കെട്ടി, സത്യം പറഞ്ഞാല് നവചോർല നടത്തിയ ആ ബസ് സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം കെട്ടി അത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കൊണ്ടുവരണം. പിന്നെ ഇവരുടെ ചോരളിയം ഉണ്ടായിരുന്നു. ചോരളിയം അവന്റെ ചോരളിയം അത് നമ്മള് എന്ത് പോട്ടെ. ഞാൻ പറഞ്ഞു, അയാൾ കാണിച്ചതിന് ഒന്നും പറയാല്ല. നമ്മൾ സമയം കളയണം. കാരണം ജനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അല്ല ഇവിടെ ഇപ്പം ഇതിനകത്തെല്ലാം ഇപ്പം ഈ രമയുടെ പാർട്ടി കേരളം മുഴുവൻ ജയിച്ചു പോകാൻ എല്ലാരും. രമയുടെ പാർട്ടിക്കാര് കേരളം മുഴുവൻ ജയിച്ചു പോരാ. കാരണം അതുകൊണ്ട് പണിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യൻ വെറുത്തു. എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത ഒരു കാര്യമേ, വിജയശില്പി UDF ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് ഈ നമ്മുടെ ഈ നെട്ടൂർ കേക്കച്ചനെ ആളുകൾ ഇപ്പോൾ വാഴ്ത്തുന്നു. ഇയാൾ ചെയ്ത എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം ചോദിക്കാം. ഈ സതീശൻ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന, സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യം ജെറിന് അറിയാമോ? ഈ കുട്ടപ്പനായിട്ട് നടക്കുന്നതല്ലാതെ ഇവന് ഈ വാചകല്ല കുറെ ബുക്ക് ഓഫ് കൊട്ടേഷൻ TV വർക്കിന്റെ കഥയുണ്ട്. പ്രൊഫസറുടെ പടത്തിലാണ് മാതൃഭൂമി വീക്കിലി വന്ന ഒരു കഥ ഓർക്കുക. ദ ബുക്ക് ഓഫ് കൊട്ടേഷൻസ്. അത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ കുറെ കൊട്ടേഷൻ അടിക്കുകയാണ്. ശശി തരൂരാന്ന് നോക്കുക. അദ്ദേഹം ശശി തരൂരിനെ ഊതി വെച്ച ബിരുവെന്ന് പറഞ്ഞു. പിന്നെ ആര് വന്നാലും പുള്ളിക്ക് കാണാൻ മേല. അവന് ഒരു വിവരമുള്ള വന്നാൽ കാണാൻ മേല. കോൺഗ്രസിൽ ആ വയോധികനായ സുധാകരന്റെ മൈക്ക് തട്ടി എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഈ പാലായിലൊക്കെ മാണി ഗ്രൂപ്പിന്റെ മീറ്റിങ്ങിന് നല്ല മാന്യനായ നമ്മുടെ ചാഴികാടനെ പിണറായി വിജയൻ പറഞ്ഞില്ലേ, തനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നാന്തരം CA-കാരനായ മനുഷ്യനെ പറഞ്ഞില്ലേ? അപ്പം അത് കേട്ടോണ്ടിരുന്ന മാണി ഗ്രൂപ്പിന്റെ മകന് പറ്റിയ എന്റെ ഫ്രണ്ടായ അവർക്ക് പറ്റിയ പാർട്ടി ഇല്ലാതായി പോയി എന്ന് കണ്ടോ. 12 തോറ്റ് അവന്റെ അഡ്രസ് ഇല്ലാതെ ഈ രണ്ടിന്റെയും പിണറായി വിജയന്റെ അടിയന്തരവും ഇവന്റെ കുഴിവെട്ട് ഒരുമിച്ച് നടന്നില്ലേ? അല്ല, ഇത് മാണി കോൺഗ്രസിന്റെ ഡിജോ കാപ്പന്റെ ചതസ്കാരത്ത് പോയപ്പോഴത്തേക്കും
ജോസ് മരിച്ചു പോയെന്ന് പറഞ്ഞ അവിടെ പറഞ്ഞ് പ്രസംഗം പറയാം. ജോസിന് ആദരാഞ്ജലികള്. ജോസ് നേരം വന്ന് നിൽക്കുക. ആ വീഡിയോ പടരുന്നുണ്ട് ഇപ്പൊ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ വേണുഗോപാലിന്റെ ക്വാളിറ്റി മനസ്സിലാവുന്നത്. അയാൾ സ്പോർട്സ്മാൻ ആണ്, അയാളൊരു PG ഹോൾഡർ ആണ്, നല്ല സംസാരം. അതും ഗണിതശാസ്ത്രത്തില് ഞാൻ MA ലിറ്ററേച്ചർ എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ എന്റെ ധാരണ MA ലിറ്ററേച്ചർ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഗണിതശാസ്ത്രം ഞാൻ കണക്കറിയാം, അവന് കാര്യങ്ങൾ അറിയാം. അതല്ലേ വെറുതെ രാഹുൽ ഗാന്ധി പൊട്ടനാണോ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? അവരെ പൊട്ടന്മാരാണോ അവിടെ പിടിച്ചിരിക്കുന്നത്? ഈ ഇന്ത്യയിലുള്ള ഇത്രയും പേരില് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്കരനായി വരണമെങ്കിൽ അതിനുള്ള തെളിവ് കാണിച്ചു. അത് എന്തുകൊണ്ട് ചെന്നിത്തല പുറത്തു പോയി? കെ സുധാകരന്റെ മൈക്ക് ഇയാൾ തട്ടിപ്പറിച്ചതുപോലെ ഈ രണ്ടെണ്ണം കൂടെ കിടന്ന് ഇവിടെ രണ്ടിനും മൈക്കിനും കസേരയ്ക്കും അവിടെ കിടന്ന് അടിപിടിയും കൂടി കടിപിടിയും കൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ചൊരു മൂന്നാമൻ ഒരാൾ വരേണ്ട ഇവിടെ ആവശ്യമാണ്, അല്ലേ? മൂന്നാമത് വരേണ്ട ആവശ്യമാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകണം. ആൾക്കാർക്ക് അറിയത്തില്ല. ആൾക്കാർ ഇപ്പൊ ഇവന്റെ ഷോയും കണ്ടി ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എന്റെ വൈഫ് തന്നെ ചോദിച്ചു, ഇത് കണ്ടിട്ട് ഇത് ഭയങ്കര ജനമാണല്ലോ, ജനക്കൂട്ടാണെന്നുള്ളത്. അവിടെ ഞാൻ PR വർക്കാന്ന് പറഞ്ഞു, ആൾക്കാർ നിർത്തിയിരിക്കുകയെന്ന് പറഞ്ഞു. അവിടെ ആ പറയുന്ന ആരവവും ആവേശവും ഒക്കെ ഇയാളുടെ വോട്ടെടുപ്പിൽ കണ്ടോ? 3 റൗണ്ടില് പിന്നിലായി പോയി. അവസാനം ഈ പിള്ളേരുടെ ഭൂരിപക്ഷം പോലും ഇയാൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവൻ വെറും PR ആയിരുന്നു, കള്ളത്തരമായിരുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ? സുനിലെ, ഒരു കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ആദ്യത്തെ 3 റൗണ്ടിലും പുറകിൽ പോയി. എന്തോ കാര്യം? രണ്ടുപേരെയും ജനത്തിന് ഇഷ്ടമില്ലായിരുന്നു. അല്ലെ? ഈ രണ്ടെണ്ണത്തിനെയും ശരിക്കും നമ്മുടെ ചാനലിലൂടെ ഈ I2I ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിമർശിക്കുന്ന കുമാരല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് വീഡിയോ വെറും അഭിനയമാണ്. അതായത് ഈ രണ്ടുപേരുടെയും വിജയം പരാജയത്തിന് തുല്യമായ ഒരു വിജയമല്ലേ ഇവർക്ക് ജനങ്ങൾ സമ്മാനിച്ചത്? ശരിക്കും വീഡിയോ സതീശൻ ഇന്നത്തെ ഈ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ 50,000 വോട്ട് മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കണമായിരുന്നു, അല്ലേ? സാധാരണഗതിയിൽ ഇദ്ദേഹത്തിന് ഒരു ജനം ഇതുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 50,000 വോട്ടെങ്കിലും, കൂടുതലൊന്നും വേണ്ട. ഒന്നോർത്ത് കുഞ്ഞാലിക്കുട്ടി അത്രയും ആരോപണ വിധേയനായ കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും PR നടത്തുന്നുണ്ടോ? ഒരു PR നടക്കാതെ അദ്ദേഹം ജനഹൃദയങ്ങൾ അവരുടെ ആളുകളുടെ ഇടയ്ക്ക് അയാളുടെ സ്ഥാനം എന്താണെന്ന് 84,000 വോട്ട്. ഇവനൊക്കെ സത്യം പറഞ്ഞ അയാളുടെ കൈ പിടിച്ചു പോയി മുത്തുകാണ് ചെയ്യേണ്ടത്. ഒരു പാഴ്വാക്ക് ഒരു ധിക്കാര വർത്തമാനം അദ്ദേഹത്തിന് മുമ്പിൽ വായിൽ കേട്ടിട്ടുണ്ടോ? ആരോടെങ്കിലും പ്രതിപക്ഷത്തിനോട് മാന്യമായിട്ട് സംസാരിക്കും. അത്ര നല്ല മനുഷ്യൻ. അതുപോലെ തന്നെയാണ് വേണുഗോപാലും കേട്ടോ. അതുപോലെ തന്നെ PC വിഷ്ണു. കുറെ ആൾക്കാർ നല്ല ഉണ്ട്. അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, സത്യം പറഞ്ഞാല് ആ നന്മയെ കംപ്ലീറ്റ് മറച്ചു കളയുന്ന ഒരു വൃത്തികെട്ട ഈ രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നന്മയെ ഈ പാർട്ടിയുടെ ഇതിനകത്തുള്ള മിടുമിടുക്കന്മാരായ അവരുടെ ആ വിഷൻ മറയ്ക്കുന്ന മഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, വെറും പുകയാണ്, മാരകമായ പുകയാണ് ഈ രണ്ട് സാധനം. അതൊരു മാരകമായ മൂടൽമഞ്ഞാണ്. UDF-ന്റെ ഈ തിളക്കത്തിന് മുകളിലത്തെ മൂടൽമഞ്ഞാണ്. ഈ മൂടൽമഞ്ഞൊക്കെ വളരെ മാന്യമായ പദമാണ്, പ്രയോഗിക്കേണ്ടത് വേറെ പദങ്ങളാണ്. പക്ഷേ ഓക്കെ, മൂടൽമഞ്ഞ് എന്ന് പറയുന്നത് ജനങ്ങളല്ല. UDF എന്ന് പറയുന്നത് കുറച്ച് കോൺഗ്രസ്സുകാരല്ല. UDF ജനങ്ങളെ വോട്ട് ചെയ്താണ്ടാ ജയിച്ചത്. അല്ലെങ്കിൽ അപ്പം അവൻ ചെയ്ത പാലക്കാട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടുത്തെ ഈ വലിയ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന ഒരൊറ്റ മാധ്യമങ്ങളും ഇന്ത്യയിലെ തന്നെ 5 സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് നയിച്ചത് അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നത് വേറെ, മുഖ്യമന്ത്രി ആയത് വേറെ ഉള്ള ഒരു നിരവധി അവസരങ്ങൾ ഉണ്ട് കോൺഗ്രസിൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ധർമ്മടത്ത് നയിച്ചാൻ ധർമ്മടത്ത് പോയായിരുന്നോ? ഇല്ലല്ലോ. ആ പയ്യൻ നിന്ന് അത്രയും ഭൂരിപക്ഷം അയാൾ പറഞ്ഞു കേട്ടില്ല, അതാ പറഞ്ഞേ. ധർമ്മടത്ത് ഈ AICC ഇട്ട ലിസ്റ്റില് പിണറായി വിജയനെതിരെ അവർ സജസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തെ ആയിരുന്നു, നമ്മുടെ ഷാഫി പറമ്പിൽ. ഷാഫിയായിരുന്നു. ഒന്നോർത്തേക്ക്, ഷാഫിയെ ആയിരുന്നു പിണറായി വിജയനെതിരെ നിർത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരു മിനിമം ഒരു 50,000-75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് അവൻ എവിടെ വന്നാലും ജയിക്കും. ഷാഫി ജയിക്കത്തില്ലായിരുന്നോ? അന്നേരം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത്രയും നാണം കെട്ട ഒരു മറുപടി കൊടുക്കാമെന്നിരിക്കെ ഇവര് എന്താ പറഞ്ഞ, വെറും ഒരു നേർച്ചക്കോഴിയെ പോലെ ഇട്ട് കൊടുത്ത ആ അയാൾ വേറെ വിഷം പറഞ്ഞുണ്ടോ? പ്രതിപക്ഷ നേതാവിനോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് വരിക, ഈ നേതാക്കന്മാരോട് പറഞ്ഞു, ഒരു സപ്പോർട്ട് പോലും കൊടുത്തില്ല. ഒരു സപ്പോർട്ട്. എന്നിട്ട് പോലും അയാള് ആ 7-8 റൗണ്ടുകളിൽ വെള്ളം കുടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവർക്ക് കാര്യമായ അതായത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഈ BJPക്ക് താമര വിരിയിക്കാനായത്. കഴക്കൂട്ടത്ത് നോക്കി ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഒരു 7ാം കൂലി സ്പേഡിനെ ഇട്ടുകൊടുത്ത് മുരളീധരൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇവര് വളരെ ലൈറ്റായിട്ട് എടുത്ത മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ BJP അക്കൗണ്ട് തുറന്ന പ്ലേസ്. നേമത്ത് ശശി തരൂരിനെ ആയിരുന്നു ഇറക്കിയിരുന്നതെങ്കിൽ ഒരു മത്സരം കാണാമായിരുന്നു.
അവിടെ യാതൊരു ഈ തരംഗത്തില് ശശി തരൂരായിരുന്നു അവിടെ നിൽക്കുന്നതെങ്കിൽ ശശി തരൂർ വിജയിക്കുമായിരുന്നു. ഇവിടെ അക്കൗണ്ട് തുറക്കുന്ന ഒരു അവസരം ഉണ്ടാകില്ലായിരുന്നു. ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ശശി തരൂരിന് എന്നെ കൊടുക്കുന്നു പേടിച്ചിട്ട് അന്നേരകുമാരുടെ പേടി ഇതാ, ശശി തരൂർ വന്നാൽ ഒരു മുഖ്യമന്ത്രി ഈ സ്ഥാനാർത്ഥി ഒരു ക്ലെയിം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് അത് BJP അക്കൗണ്ട് തുറന്നാലും വേണ്ടതില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു കോൺഗ്രസ് ജയിക്കണമെന്ന് ഒരു ആത്മാർത്ഥയില്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ കയറത്തില്ലായിരുന്നല്ലോ. അതെ, ഞാൻ ചോദിക്കുന്നതാണ്, സതീശൻ നയിച്ചു, വിജയത്തിലോട്ട് അടുപ്പിച്ചു, 100 സീറ്റിന്റെ ക്ലെയിം പറഞ്ഞെന്ന് പറഞ്ഞ് ഇയാൾ എന്തെങ്കിലും ഈ ഒരു വൺമാൻ ഷോ അല്ലാതെ ഇയാൾ എന്തെങ്കിലും ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടോ? ഒന്നുമില്ലെന്നേ, ഇത് ചുമ്മാ ഷോ വന്നേ. ഇപ്പൊ ഈ നമുക്ക് സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ കാരണം ഒരു ചാനൽ വിലക്കെടുത്തിരിക്കുക, ഏഷ്യാനെറ്റിനെ വിലക്കെടുത്തിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ വക്കീൽ ആഞ്ഞു പണിയുന്നുണ്ട്. എങ്ങനെങ്കിലും വക്കീൽ ഓവർ ടൈം പണി, അതായത് 4 ഷിഫ്റ്റ് ഒക്കെയാണ് ഇരുന്ന് പണിയുന്നത്, തട്ടിക്കൊടുത്തിരിക്കുന്നത്. മുഴുവൻ ചാനലിൽ ഞാൻ കാണാറില്ല, കാരണം ഇതിന് അടുത്ത് പുള്ളിക്ക് ഇപ്പം ഈ VD സതീശൻ എങ്ങനെയാലും മുഖ്യമന്ത്രി ആണെന്ന് പുള്ളി സ്വപ്നം കണ്ടു കിടക്കുക. പുള്ളിക്ക് വല്ലതും കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ ബിനു ബിജോണ് ഇങ്ങനെ താന്നു പോരായിരുന്നു, ഇങ്ങനെ താന്നു പോരാ. ഇതുപോലെ അവതാരങ്ങൾ പാടരുത്, ഇന്ന് പറയണം. ഈ മൈക്കുന്തിയോടെ കാണിക്കണം. പിണറായി വിജയനെ മാത്രം കാണിച്ചാൽ പോലല്ലോ, മൈക്കുന്തിയതും ആ ഒരു സംഭവങ്ങളെ കാണിക്കണം. അയാൾ ഇതൊരു പറഞ്ഞവിടെ കേൾപ്പിക്കട്ടെ. ഇതൊക്കെയാണ് കോൺഗ്രസ് നടക്കുന്നതെന്നും ഇവിടുത്തെ കോൺഗ്രസ് അടിപിടിയുടെ ഭാഗങ്ങൾ ഇതൊക്കെ കാണിക്കണം. അതുകൊണ്ട് കാണിക്കണമല്ലോ ഒരു കൂട്ടത്തില്. അല്ല, ഇതുകൊണ്ട് ആരെങ്കിലും ചർച്ചയാക്കിയോ? അതായത് ഈ അവസാന നിമിഷം ഈ സ്വർണ്ണപ്പാളി കൊള്ളക്കാരന്മാരുടെയും യുവമാരുടെ കൂടെ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇയാൾ എന്തിനാണ് പോയത്? അതാരും മിണ്ടുന്നില്ലല്ലോ. ഇതൊന്നും വാർത്തയാകുന്നുണ്ടോ? നമ്മൾ മാത്രം അത് ഞാൻ ഒരു ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്തു. വലിയൊരു ബാങ്കിന്റെ ഗ്രൂപ്പാണ്. അവരും എല്ലാവർക്കും പേടി എപ്പോഴും പിണറായി വിജയൻ. എന്നെ ഇയാളെ പേടിയായിരിക്കും, എല്ലാവരും ആൾക്കാരും ഉണ്ടായിരിക്കുന്നുണ്ട്. ഇതിപ്പം എങ്ങനെയാലും മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് നയിച്ചാലും വേണ്ടിയല്ല എനിക്ക് മുഖ്യമന്ത്രി. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, VD സതീശൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ ആദ്യമേ വിളിച്ചത് ഇവിടെ അടൂരിലുള്ള ഒരു കൊള്ളക്കാരൻ പാസ്റ്ററെയാ. പാസ്റ്ററെ, നന്ദി, നിങ്ങൾ പ്രവചിച്ചത് സത്യമായി വന്നു. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ 1 ഡസത്തിനധികം മന്ത്രിമാര് തോക്കുമെന്ന് പറഞ്ഞത്, അതുപോലെ സംഭവിച്ചു. നന്ദി. അന്നേരം ഇയാള് ശരിക്കും പറവൂരിലെ ഇയാളെ ജയിപ്പിച്ച ജനങ്ങൾ ആരായി? കേരളത്തിലെ ജനങ്ങൾ ആരായി? വീട്ടുകളായി. അന്നേരം ഇനി ഇയാളായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആഭാസന്മാരായിട്ടുള്ള ഈ വചനക്കൊള്ളക്കാരന്മാരും തീവട്ടികളും ഈ മതം മാഫിയകളും അഴിഞ്ഞാണ് ഇവിടെ. അവന്മാരെ കഴിഞ്ഞ് എത്ര പേരാണ് SNDPയുടെ നേതാവും NSS നേതാവും. ഇവരെ പറ്റി ഇത്രയും കൊള്ളക്കാരല്ലോ. ഇതുപോലെ ഈ വചനം പറഞ്ഞ് കൊള്ളയുന്നമാരല്ലോ അവരാരും അങ്ങനെ കൊള്ളയ്ക്ക് പോകില്ല. അവന്മാര് പല വേണ്ടാത്തീനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മതഗ്രന്ഥം വെച്ച് അവർ കച്ചവടം ചടിക്കുന്നുണ്ടോ? ഒരു കച്ചവടം അതൊന്നും ഒരു കച്ചവടം. ഇപ്പൊ വെള്ളപ്പള്ളിയാണല്ലോ ചെയ്യുന്നില്ല, മറ്റേ പള്ളിയാണല്ലോ ആ പണിക്കൊന്നും പോയി വർത്താനം പറയുമ്പോൾ അതൊക്കെ വർത്താനം പറയാം. എനിക്കെങ്ങനെ തോന്നിയിരിക്കുന്നത്, കാരണം ഇയാള് എന്തിനാ VD സതീശനെ അവരെ എന്തിനാ ചീത്ത വിളിക്കുന്നത്? ഈ മറ്റവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി അതിന്റെ പണിയല്ലേ കാണിക്കുന്നത്? ഒരു മിനിമം എല്ലാം അവരുടെ കൂടെ കുറച്ച് പേരുണ്ടല്ലോ. എന്നിട്ട് ഇവൻ നോക്കണം, ഇവൻ എവിടെയും ഉറച്ചു നിൽക്കണ്ടേ? ഇവൻ SNSSന്റെ കൂടെ നിൽക്കുവോ? SNDP കൂടെ നിൽക്കുവോ? പാസ്റ്റർമാരുടെ കൂടെ നിൽക്കുവോ? കത്തോലിക്കരുടെ കൂടെ നിൽക്കുവോ? യാക്കോബക്കാരുടെ ഓർത്തഡോക്സുകാർ നിൽക്കുവോ? സുഡാപ്പികളുടെ കൂടെ നിൽക്കുവോ? ഇവൻ മറ്റേ കാണുമ്പോ മറ്റേ വാല് കാണിക്കുകയും മറ്റേ കാണുമ്പോ മറ്റേ വേറെ വല്ലതും കാണിക്കുകയും ചെയ്യുന്ന പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാള് മുഖ്യമന്ത്രിയാണ് ഇവിടെ അടിച്ചു വിരിയുന്നത് സംശയമില്ല. അടുത്ത 5 വർഷം തയ്ക്കുന്നതിന് എനിക്ക് സംശയമുണ്ട്. കാരണം അതുപോലെ കോൺഗ്രസ് ചിലപ്പോൾ പിളർന്നു പോകാൻ സാധ്യതയുണ്ട്. ആണെങ്കിലും തോന്നില്ലേ, മറ്റേ പിള്ളേരുടെ എല്ലാവർക്കും വേണുഗോപാലിന്റെ കൂടെ നിൽക്കുന്നതാണ് കേൾക്കുന്ന മുഴുവൻ. കൂടെ ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ല, സതീശന്റെ കൂടെ ഉള്ളത് ഒരേ ഒരാൾ, ആരെന്നറിയോ? ഷിയാസ്, വെട്ടിമുട്ടുകാരൻ ഷിയാസ് ഇല്ലാതെ സതീശനില്ല, സതീശനില്ലാതെ ഷിയാസിനും ഇല്ലൊരു ജീവിതം. അതായത് സതീശൻ എന്തെങ്കിലും പറ്റിയ ഈ പെട്ടി കരയും, പെട്ടിക്ക് എന്തെങ്കിലും പറ്റിയ സതീശൻ കരയും. മറ്റേ പോഡ്കാസ്റ്റുകാരുടെ ആരുള്ളത് അതൊക്കെ അവർക്ക് പൈസ കിട്ടി അവരുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ അവന്മാരെ ഒന്നെന്താ ബാക്കിയുള്ള അന്തിച്ചർത്തക്കാരന്മാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് കുറച്ചു ദിവസം കൂടെ നീണ്ടുപോയാലുണ്ടല്ലോ, നല്ല വരുമാനമാണ്. തച്ചിന് ഓവർ ടൈം തച്ച 4 തച്ചിനൊക്കെയാണ് പണിയെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വക്കീലിന് അസുഖം പിടിക്കും. വക്കീൽ 4 വീഡിയോ എല്ലാത്തിനകത്തും വക്കീലിന്റെ തലയാ. എന്റെ തല മറ്റേ വക്കീല് പറയുന്നത് ചാണക്യൻ, അതൊക്കെയാ പറയുന്നത് വക്കീല്. ചാണ എന്ന് പറഞ്ഞാൽ ശരിയാ, നമുക്ക് ചാണക്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്ത് ചാണക്യൻ? ഇവിടെ എന്ത് ചാണക്യൻ? ഏത് കുട്ടിജീവിതം ജയിക്കും? എന്ത് ചാണക്യൻ? അന്നേരം ഞാൻ ഇവന്മാരോട് എല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ചാണക്യൻ ചെയ്ത ഒരു കാര്യം ഇവൻ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സമരം നയിക്കുകയോ ഒരു അടി കൊള്ളുകയോ ഒരു ജയിൽവാസമോ അനുഭവിച്ചിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, ഇവൻ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്തത്? അതാ പറഞ്ഞത്. ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇവൻ എന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് ഇവന്മാര് പറയുന്നത്? ആകെ ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റേ കെ സുധാകരന്റെ മൈക്ക് തട്ടിപ്പറിച്ചത് നമ്മുടെ ഓർമ്മയുണ്ട്. അതാണ് നമ്മുടെ ഓർമ്മ. രാഹുൽ മാങ്കൂട്ടത്തെ തേൻകണിയിൽ പെടുത്തിയത് ഓർമ്മയുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ. പിന്നെ നിയമസഭയിൽ നിന്ന് മാപ്പ് പറഞ്ഞത് ഓർമ്മയുണ്ട്.
പിന്നെ കോൺഗ്രസ് നേതാവിനെ തൃശ്ശൂരിൽ കുനിച്ചു നിർത്തി സ്റ്റേഷനിൽ ഇടിക്കുമ്പം പിണറായി വിജയൻ ഇപ്പുറത്തിരുന്ന ഇല പഠിച്ചു നിൽക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതെ 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 പിന്നെ നിയമസഭയിലെ രേഖകളിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് മാപ്പ് അതെ സ്വർണ്ണക്കുളവ് വിഷയത്തില് അതെ കണ്ടോ, എത്ര നാണം കെട്ട. അതാ പറഞ്ഞത് ഇവൻ ഇതാ പറഞ്ഞ ബോധ്യങ്ങളുടെ രാജകുമാരി എന്തെല്ലാം എന്തൊരു PR വർക്ക് നടത്തുന്നു. നിലപാടുകളുടെ രാജകുമാരൻ രാജകുമാരി എന്നിട്ട് ആ പെണ്ണുപിടിയൻ ശശിയെ എടുത്ത് നിലപാട് ശിശുക്കാരന്റെ രാജകുമാരൻ എന്തായി? അൻവറിനെ രാഹുൽ ഗാന്ധിയുടെ DNA വരെ നോക്കണം. മീൻവണ്ടിയില് വന്ന പൈസ കൊള്ളയടിച്ച കള്ളനാണെന്ന് വിളിച്ച അവനെ ഷാളിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവസാനം എന്തായി? നിലപാടുകളുടെ രാജകുമാരന്റെ നിലപാട്. അത് രാഹുലിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തമ ബോധ്യം, കടലരമ്പി വന്നാലും മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കോടതിയിൽ നന്നാണ് ബോധ്യോടെ പോയി. അതൊന്നും ഉണ്ടായില്ല. അതൊന്നും ഏഷ്യാനെറ്റുകാർക്ക് ചർച്ചയാക്കാനും ഇല്ല കേട്ടോ. ഇവർക്ക് ആർക്കും ഇതൊന്നും ചർച്ചയാക്കണ്ട. നമ്മൾ ആഗ്രഹിക്കുന്നത് സതീശനോട്, ബഹുമാനപ്പെട്ട സതീശ, നിങ്ങൾ 25 വർഷം സാമാജികനായിരുന്നിട്ട് ചെയ്ത നമുക്ക് 100 വേണ്ട, 10 വേണ്ട, 2 എണ്ണം വേണ്ട, ഒരേ ഒരു കാര്യം പറയാമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് പിണറായി വിജയന്റെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും പൊളിച്ചടുക്കിയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്നും പറയാൻ പറ്റുമോ? ഒന്നുമില്ല. പിണറായി വിജയനെതിരെ പുള്ളി അനങ്ങത്തില്ല. അവർ ഒരൊറ്റ ടീമാ, അറിയാൻ പാടില്ല. നമുക്ക് കണ്ടറിയാമല്ലോ. അത് ഒരിടത്തും അടിക്കില്ല. ആ കുഴൽനാടനൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്, കുഴൽനാടൻ അറ്റാക്ക് ചെയ്യും, വേറെ ആരും ഞങ്ങളില്ല. കുഴൽനാടൻ അതുകൊണ്ട് തന്നെ കുഴൽനാടനൊക്കെ എന്തെങ്കിലും PR വർക്ക് ചെയ്ത് നമ്മൾ കണ്ടോ? കുഴൽനാടന്റെ 1/3 ഭൂരിപക്ഷം ഇയാൾക്കുണ്ടോ? അത് ക്രോണൽ മരം, ഇത് ബഡ് മരം വേണ്ട സുനിലെ. ബഡ് മരം അറിയാമല്ലോ, ബഡ് മരം ഒടിഞ്ഞു വിടും ഒരു കാറ്റിന്. ക്രോണൽ മരം ഇല്ലേ, കുരുവിൽ കലുത്തത്, അതാണ് കുഴൽനാടെന്ന് പറയുന്നത്. അതാ വ്യത്യാസം. ഇതിനൊക്കെ ബഡ് മരം കണ്ടോണം വീഴുന്നത്. കാര്യമരവും വീഴും, എവിടെയെങ്കിലും വല്ലതും കാറ്റിട്ട് അടി അപ്പുറം പോവുകയും ചെയ്യും. എതിരെ വേണം പോകും. നിലപാടുകളുടെ രാജകുമാരൻ. നമ്മുടെ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ജയിപ്പിച്ചു. ഈ ദുരന്തം ഞാൻ പറഞ്ഞില്ല, അതായത് ഈ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച സാധനമാ. മൂർഖം പോയി അണലി വരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഭയം. ഇല്ല, അത് വരികയല്ല. അതിന് വേറെ പിള്ളേരുണ്ടല്ലോ. ഒന്നുമില്ല, ചാണ്ടിയുമ്മനെ പോലുള്ള പിള്ളേരുണ്ടല്ലോ. ചാണ്ടിയുമ്മനൊക്കെ അവനൊക്കെ നിലപാടുണ്ട്. ചാണ്ടിയുമ്മന് നിലപാടുണ്ട്. അവന്റെ ആ സൈക്കിളിൽ പോകുമ്പോൾ സൈക്കിളിൽ പോയി മാറ്റമുണ്ട്. ജയിച്ചിട്ട് സൈക്കിളല്ല പോയത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് കേസിക്കാണ് സാഹചര്യം എന്നാണ് വിലയിരുത്തൽ. ഉറപ്പായിട്ടും കേസ് തന്നെ വരണമെന്ന് എന്റെ അഭിപ്രായം. എന്റെ ആഗ്രഹവും കേസ് തന്നെ പറഞ്ഞാൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരാളിനെ കേരളത്തിൽ കിട്ടാന്ന് ഭയങ്കര. പക്ഷെ ഡൽഹിച്ച് നഷ്ടം വന്നാലും പുള്ളി നോക്കുമായിരിക്കും, മാനേജ് ചെയ്യുമായിരിക്കും. നല്ല ഒന്നാം തരം നേതാവ്. ഇത്രയും ക്വാളിറ്റി എല്ലാം. സ്പോർട്സ്മാനാണ്, ആള് ഫിറ്റാണ്. ഫിറ്റ്നസ് കൂടെ നോക്കണമല്ലോ. ഫിറ്റാണ്, ആരോഗ്യവാനാണ്. അതുകൂടാതെ പ്രവർത്തിക്കാൻ അറിയാം, ഭാഷകൾ അറിയാം, സൗമ്യനാണ്, ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതല്ലേ വേണ്ടത് സുനിലെ. അത് തന്നെ. അതുകൊണ്ട് പുള്ളി തന്നെ വരട്ടെ, പുള്ളിക്ക് തന്നെ കൊടുക്കണം. പുള്ളിക്ക് തന്നെ കൊടുക്കുകയാണ് കോൺഗ്രസിന്റെ നന്മയ്ക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.